കുടിക്കുന്നതും കുടിക്കാത്തതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. മദ്യം ഇപ്പൊ നിർത്തിയത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമായി മാറി. എന്തുതരം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? സാമ്പത്തികമായിട്ട് നമ്മുടെ ഗവൺമെന്റിന് സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അത് തുറന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട്. ഇല്ല, തീർച്ചയായിട്ടും യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഇമ്മോറൽ എഫക്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതിന്റെ ആവശ്യം പോരെ. ഇനി ബാർ തുറന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ബാർ തുടങ്ങുന്നതിൽ ഒട്ടും താല്പര്യമില്ല. പ്രശ്നമാ. എന്താന്ന് പറഞ്ഞാ ആണുങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളാ. തുറക്കരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ബാർ തുറന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട കുടുംബത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ മറ്റുള്ളവർ വിളിച്ചോണ്ട് പോയി കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മദ്യപാനികൾ ഒന്നാം ദൈവരാജ്യത്തെ അവകാശമാക്കിയില്ല. മനസ്സിലാക്കണം. വീട്ടിൽ സ്വസ്ഥത സമാധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തുറക്കണ്ട, അതുകൊണ്ട് തുറന്നാൽ ഞങ്ങളുടെയൊക്കെ വീടുകളാണ് തകരുന്നത്. പുതിയ ബാറുകൾ തുറക്കുന്നതിനോട് അഭിപ്രായമില്ല. പുതിയ ബാറുകൾ വരുന്നതിനോടും യോജിപ്പില്ല. സാമ്പത്തികമായിട്ട് അവര് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് മദ്യപാനികൾ പോയിരിക്കുകയാണ്. അവരുടെ ജീവിതം തന്നെ ലക്ഷ്യമില്ലാതായി പോയിരിക്കുക. പിന്നെ ആ സ്ഥാനത്ത് വീണ്ടും കൂടുതൽ മദ്യം കഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഉചിതമല്ല. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. വീടുകളിലല്ലേ പ്രശ്നങ്ങൾ കൂടുതലും. ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. പെൺകുട്ടികൾക്ക് വെളിയിലിറങ്ങി നടക്കാനൊക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തുറക്കണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കുഞ്ഞുങ്ങൾ പട്ടിണിയാകുന്നു, ഭാര്യമാര് വിഷമിക്കുന്നു, അമ്മമാര് വിഷമിക്കുന്നു, മാതാപിതാക്കൾ എല്ലാം പൊതുവെ വിഷമിക്കുന്നു. അങ്ങനെ വിഷമം ഉണ്ടാകും ബാറുകൾ തുറന്ന. കുടിക്കുന്നവരോട് എനിക്ക് തീരെ ഇഷ്ടമില്ല. ബാറ് തുറക്കുന്ന എനിക്ക് താല്പര്യമില്ല. കാരണം ആണുങ്ങളൊക്കെ കിട്ടുന്ന കൊണ്ട് കൊടുത്ത് കള്ളൊക്കെ കുടിച്ചേച്ച് രാത്രി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പെണ്ണുങ്ങളുമായിട്ട് വടക്ക് ഓടുന്നു, കുടുംബകലഹം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. മദ്യം വേണ്ടായിരിക്കുന്ന എന്റെ അഭിപ്രായം.